ഇവിടെ ഭാഗവതത്തെ സംബന്ധിച്ച് ഭാഗവതത്തിൻ്റെ പ്രാണൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. 5 അധ്യായങ്ങളെയാണ് ഭാഗവതത്തിൻ്റെ പ്രാണൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, പ്രാണനാണ് ഒരു ശരീരത്തെ നിലനിർത്തുന്നത്, അല്ലേ? പ്രാണൻ നഷ്ടപ്പെട്ടാൽ ആ ശരീരം പിന്നെ നിലനിൽക്കുമോ? ആ ശരീരം നിലനിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ ഭാഗവതത്തെ ഭാഗവതമായി നിലനിർത്തുന്ന ആ പ്രാണൻ എന്താണ് എന്നൊന്ന് പരിശോധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ പ്രാണന് 5 തരം പ്രാണനുകൾ നമ്മളിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. 10 പ്രാണനാണ് മൊത്തത്തിൽ. അതിൽ 5 പ്രാണനും ബാക്കി ഉപപ്രാണന്മാർ 5, അങ്ങനെ 10 നമ്മൾ സാധാരണഗതി ധരിക്കുന്ന അകത്തോട്ട് എടുക്കുന്ന ശ്വാസം പുറത്തോട്ട് ഇതിനെ മാത്രമാണ് പ്രാണൻ എന്ന് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ പ്രാണന് 10 തരം വ്യവഹാരങ്ങൾ യഥാർത്ഥത്തിലുണ്ട്. അതിൽ 5 തരം എന്ന് പറയുന്നത് മുഖ്യമായ വ്യവഹാരമാണ്. അതിനെയാണ് പ്രാണൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയും. അപ്പോൾ അവിടെ അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്നതിനെ പ്രാണനെന്നും, അതിനെ കൃത്യമായ ഒരു സ്ഥലത്ത് മധ്യത്തിലായി ഉറപ്പിച്ച് നിർത്തുന്നതിനെ സമാനനെന്നും, മുകളിലേക്ക് ഉയരുന്നതിനെ ഉദാനനെന്നും, ആ വായുവിനെ ശരീരത്തിൽ താഴേക്ക് സഞ്ചരിപ്പിക്കുന്നതിനെ അപാനനെന്നും, മുഴുവൻ ശരീരത്തിലും ഒരുമിച്ച് ആ വായുവിനെ നിലനിർത്തുന്നതിനെ വ്യാനനെന്നും പറയും. ഇങ്ങനെ ഇവയ്ക്കൊക്കെ കൃത്യമായ ചില പദ്ധതികളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. ഈ പദ്ധതികളിൽ ഏതെങ്കിലും ഒന്ന് താറുമാറായാൽ അത് നമ്മുടെ ശരീരത്തെ പ്രതികൂലമായി ബാധിക്കും. മനസ്സിലായില്ലേ? ശരീരത്തെ ബാധിക്കും. ഈ അകത്തേക്കും പുറത്തേക്കും പോകുന്നത് പണിമുടക്കൽ, അതോടുകൂടി ആൾ ക്ലോസ് ആവും. ഇനി അത് പുറത്തേക്ക് പോകുന്നത് പിന്നെ തിരിച്ച് വരാതിരിക്കണത് സമാനൻ പിടിവിടുമ്പോഴാണ്. ഇവനാണ് ഹൃദയത്തിൽ പിടിച്ചു നിർത്തുന്നത്. അത് പിടിവിട്ടാൽ പൂർണ്ണമായും നമ്മൾ ഈ എടുക്കുന്ന ശ്വാസവും വിടുന്ന ശ്വാസമൊക്കെ പൂർണ്ണമായിട്ടും വിട്ട് ശരീരം വിട്ട് അകന്നു പോകും. അതിനെയാണ് മരണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്, പ്രാണൻ നഷ്ടപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയില്ല, അവസ്ഥ എത്തുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ പ്രാണൻ സഞ്ചരിക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ആവശ്യമായിട്ടുള്ള വസ്തുക്കളെയൊക്കെ എത്തിക്കുകയും ശുദ്ധീകരിക്കലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മുകളിലേക്ക് ഉയർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ ക്രമമനുസരിച്ച് നമ്മുടെ ഈ തലച്ചോറിനെയും അതുപോലെയുള്ള നാഡികളിലുമൊക്കെ ഈ രക്തം പമ്പ് ചെയ്തെത്തി ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നടക്കുന്ന ഉദാനനിലാണ്. ഈ ഉദാനൻ്റെ ഗതി വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ BP എന്ന് പറയുന്ന രോഗാവസ്ഥയിലേക്കൊക്കെ പോകുന്നത്. പറയില്ലേ, പ്രഷർ കൂടി എന്നൊക്കെ പറയത്തില്ലേ? ഈ ഉദാനൻ വളരെ ശക്തിപ്പെട്ടാൽ അത് കൂടുതലാവുകയും തളർന്നു പോകുന്നൊക്കെ അവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഇത് താഴേക്ക് ഉള്ള പ്രവാഹം വ്യത്യാസപ്പെടുമ്പോൾ അവിടെയാണ് ഈ വാതരോഗങ്ങളിലേക്കൊക്കെ പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങളെ ശരീരത്തെ ക്രമീകരിച്ച് വളരെ കൃത്യമായി ശരീരത്തെ നിലനിർത്തുന്നതിൽ മുഖ്യമായ പങ്കാർക്കുണ്ട്? പ്രാണന് ഉണ്ട്. ഇനി ഉപപ്രാണന്മാർക്കും മറ്റു ചില പങ്കുണ്ട്. അതെല്ലാം നമുക്കിവിടെ വിശദീകരിക്കാൻ നമ്മളത് അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ പ്രാണൻ എങ്ങനെയാണോ പഞ്ചപ്രാണന്മാരായി വിന്യസിക്കുന്നത്, അതുപോലെ ഭാഗവതത്തിൻ്റെ പ്രാണനെയാണ് 5 അധ്യായങ്ങളിലായി ചേർത്ത് വച്ചിരിക്കുന്നത്. അതിനെ രാസലീല എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. രാസക്രീഡ എന്നും രാസലീല എന്നും പറയും. ഈ രാസം എന്ന വാക്ക് ഒന്ന് തിരിച്ചിട്ടാൽ എന്തായി മാറും? രാസം എന്ന വാക്കൊന്ന് തിരിച്ചു പറഞ്ഞാൽ രസം. മനസ്സിലായില്ലേ? രാസം ഒന്ന് തിരിച്ചിട്ടാൽ രസം. യഥാർത്ഥത്തിൽ ഭാഗവതത്തിൻ്റെ രസം എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായോ? ഈ രാസം എന്ന വാക്കിന് ബ്രഹ്മം എന്നാണ് അർത്ഥം. അപ്പോൾ ബ്രഹ്മലീല എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. ഈ ലീല മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു, ഭഗവാൻ ഏറ്റവും കൂടുതൽ അറിവിൻ്റെ വിധാനത്തിലേക്ക് ഉയർത്തിയത് ഏറ്റവും സാധാരണക്കാരായ ഗോപികമാരെയാണ്. ബാക്കി എല്ലാവരും കുറച്ചൊക്കെ അറിവ് നേടിയ ആൾക്കാരാണ്. ഗോപികമാർക്കാണെങ്കിലോ യാതൊരു വിദ്യാഭ്യാസവും ഇല്ലാത്ത ആൾക്കാരാണ് ഗോപികമാർ. മനസ്സിലായില്ലേ? അവർക്കാകെയുള്ളത് പശുവിനെ നോക്കാനും വളർത്താനും പാല് എടുക്കാനും തൈരെടുക്കാനും വെണ്ണ എടുക്കാനുമായ അവരുടെ തൊഴിലല്ലാതെ മറ്റൊന്നും അവരെ സംബന്ധിച്ചോളം ശീലമില്ല. ഇവിടെ ഭഗവാൻ പോലും യഥാർത്ഥത്തിൽ ഈ ഗോപികമാരോടൊപ്പം വസിക്കുന്ന സമയത്ത് ഭഗവാനും വിദ്യാഭ്യാസത്തിലേക്ക് പോയിട്ടില്ല. കാരണം ഗോകുലത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതി അവരുടെ ജീവിതത്തിനനുസരിച്ചിട്ടുള്ള ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം എന്താ? ഗോക്കളെ മേയ്ക്കുക, അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ കാര്യം. ആ നിലയിലാണ് ഭഗവാന്റെ വിദ്യാഭ്യാസം പോലും തുടങ്ങുന്നത് എപ്പോഴാണ്? കംസന വധത്തിന് ശേഷം ഭഗവാൻ മധുരയിലേക്ക് എത്തിയതിന് ശേഷമാണ് പിന്നീട് ഭഗവാന്റെ വിദ്യാഭ്യാസം പോലും ആരംഭിക്കുന്നത്.
അപ്പോൾ ഈ ഗോസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കാകെയുള്ള ഒരേ ഒരു മോഹം ഭഗവാനെ നേടുക എന്നുള്ളതാണ്. ഇവിടെയാകട്ടെ ഭഗവാന് തൻ്റെ കർമ്മപദ്ധതിയുടെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഗോകുലത്തെ വെടിഞ്ഞ് വൃന്ദാവനവാസികളെ വെടിഞ്ഞ് ഇനി രാജ്യഭരണഘട്ടങ്ങളിലേക്ക് പോവുകയാണ്. കംസവധത്തിന് വേണ്ടിയിട്ടുള്ള പോകലാണ്. കംസൻ തന്നെ തിരിച്ചറിഞ്ഞു എന്ന് ഉറപ്പിച്ചു. ഇനി കംസൻ അവിടുന്ന് ആളിനെ വിടേണ്ട താമസമേ ഉള്ളൂ. വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ എവിടേക്ക് പോകണം? നേരെ മധുരയിലേക്ക് പോകണം. മധുരയിലേക്ക് പോയാൽ പിന്നെ തിരികെ വരില്ല. അപ്പോൾ ഭഗവാൻ വേറിട്ട് പോയാൽ ഈ ഗോപികമാർ ഒരിക്കലും ആ കാരണം കൊണ്ട് ദുഃഖിക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ആ തൻ്റെ യഥാർത്ഥ ഭാവത്തെ, രൂപത്തെ ഓരോ ഗോപികമാരിലേക്കും പ്രവേശിപ്പിച്ച് പ്രതിഷ്ഠിക്കുകയാണ്. അതിനെയാണ് ഇവിടെ ഈ 5 അധ്യായങ്ങളായി വർണ്ണിക്കുന്നത്. മുമ്പ് നമ്മൾ കണ്ടു 2 കാര്യങ്ങൾ. ഒന്ന് ഗോപികമാരുമായി ബന്ധപ്പെട്ട് വെണ്ണാപഹരണം, രണ്ടാമത് വസ്ത്രാപഹരണം. ഇത് രണ്ടും നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. അത് രണ്ടും കേട്ടവർക്ക് മൂന്നാമത്തത് വളരെ എളുപ്പമായിരിക്കും. മനസ്സിലായില്ലേ? കാരണം ഇതെല്ലാം തുടർച്ചയാണ്, ഒന്നിൻ്റെ തുടർച്ചയാണ്. ഓരോന്നിൽ നിന്നും ഓരോ പട്ടിയായി നമ്മളെ ഉദ്ധരിച്ച് മുകളിലേക്ക് എത്തിക്കലാണ് ലോകഗുരുവായ വ്യാസൻ നൽകിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭാഗവതം ഒരു ഭക്തിഗ്രന്ഥമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും കൂടി ഒരു ഉത്തരം ചേർത്ത് വെച്ച് നമ്മൾ പഠിക്കണം. കേവലം ഭക്തിക്ക് വേണ്ടിയുള്ള ഗ്രന്ഥമല്ല ഭാഗവതം. ഭാഗവതം നല്ല ഒന്നാന്തരം ഒരു എഡ്യൂക്കേഷൻ പ്രോജക്റ്റാണ്, വിദ്യാഭ്യാസ ഗ്രന്ഥമാണ്. മനസ്സിലായില്ലേ? നമുക്ക് നമ്മളെ അറിയാനുള്ള വിദ്യാഭ്യാസം. ലോകത്ത് ഏറ്റവും പ്രയാസമുള്ളത് എന്താ? നമുക്ക് നമ്മളെ അറിയാമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ലോകത്തിനെക്കുറിച്ച് പഠിക്കാൻ വളരെ എളുപ്പമോ? അവനവനെക്കുറിച്ച് സ്വയം പഠിക്കാനാണ് ഏറ്റവും വലിയ പ്രയാസം, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ആ വിദ്യാഭ്യാസമാണ് ഭാഗവതം. അതുകൊണ്ടാണ് ഇവിടെ ഭാഗവത സപ്താഹം നടത്തുമ്പോൾ ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം എന്നൊരു വാക്ക് വരുന്നത്. ജ്ഞാനയജ്ഞമാണ്. മനസ്സിലായില്ലേ? അറിവിനെ പകരുന്ന യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന നിലയിൽ ഒരു വിദ്യയെ പഠിക്കുന്ന ഭാവത്തോടു കൂടി ഭാഗവതത്തെ സമീപിക്കണം. അങ്ങനെ സമീപിച്ചാൽ മാത്രമേ ഭാഗവതം ഉദ്ദേശിക്കുന്ന നിലയിൽ ഭക്തിയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഭക്തന്മാരായിട്ട് ഇങ്ങനെ, ഭക്തന്മാരെന്ന് പറഞ്ഞാൽ അത്ര മോശമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ ഭക്തിയുടെ വളർച്ച എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ചെടി നട്ടു, ആ ചെടി വളർച്ചയെത്തി അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുമ്പോഴല്ലേ ആ നട്ടത് കൊണ്ടുള്ള ഗുണം ഉണ്ടാവുന്നത്? അതോ എന്നും അതിങ്ങനെ അവിടെ ഇങ്ങനെ മുരടിച്ച് നിൽക്കാനാണോ? അല്ല, അത് വളർന്ന് പുഷ്ടിപ്പെടണം, അല്ലേ? അപ്പം ഭക്തി പുഷ്ടിപ്പെടണമെങ്കിൽ ജ്ഞാനം വരണം. ജ്ഞാനത്തിൽ നിന്ന് വൈരാഗ്യം ഉണ്ടാവണം. ആ വൈരാഗ്യത്തിൽ നിന്നാണ് ഭഗവാനിലേക്കുള്ള യഥാർത്ഥ മോഹം ഉണ്ടാവുന്നത്. ആ മോഹത്തിൻ്റെ ഫലമാണ് ഈശ്വരൻ്റെ അനുഭവം. മനസ്സിലായില്ലേ? ഈശ്വരനെ നേടാതെ ഭക്തി ഒക്കെ നമുക്ക് പലതും നേടാൻ വേണ്ടിയിട്ടുള്ള മാർഗമാണ്. മനസ്സിലായോ? ഈശ്വരനെ നേടുമ്പോഴാണ് ഭക്തി അതിൻ്റെ ഏറ്റവും സുന്ദരമായ അനുഭവത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏറ്റവും സുന്ദരമായ ഉന്നതമായ തലത്തിലേക്ക് എത്തുവാനാണെന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇവിടെ ഭഗവാൻ ഒരു പൗർണമി ദിവസം തൻ്റെ ഓടക്കുഴലൊക്കെ എടുത്ത് യമുനാ തീരത്തേക്ക് വന്നു ചേർന്നു. പൗർണമിയുടെ പ്രത്യേകത നമുക്കറിയാം, പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന സുദിനമാണ്. ഇവിടെ ഭഗവാന്റെ ഒരു പ്രത്യേകത തന്നെ, ചന്ദ്രവംശത്തിലാണ് ആര് ജനിച്ചിട്ടുള്ളത്? ഭഗവാൻ ജനിച്ചിട്ടുള്ളത് ചന്ദ്രകുലത്തിലാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രൻ ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന സമയമാണല്ലോ അർദ്ധരാത്രി. ആ സമയത്തുമാണ് ഭഗവാൻ ജനിച്ചത്. ഇതുകൊണ്ട് തന്നെ ചന്ദ്രന് ഭഗവാനുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. മനസ്സിലായില്ലേ? ഇന്നലെ നമ്മൾ ഏകാദശിയെക്കുറിച്ച് പറഞ്ഞു. ചന്ദ്രനിൽ തൊട്ട് 11 ഏകാദശി വന്നു ചേരുന്നത്, അല്ലേ? ശുക്ലപക്ഷവും കൃഷ്ണപക്ഷം ഏകാദശി നമ്മൾ എവിടെ തൊട്ടാണ് എണ്ണി തുടങ്ങുന്നത്? പക്ഷങ്ങൾ തുടങ്ങുന്ന എവിടെ? ചന്ദ്രൻ പൗർണമിയും അമാവാസിയും തൊട്ടാണ്. അപ്പോൾ ഇവിടെ അപ്രകാരമുള്ള പൗർണമി രാവിൽ പൂർണ്ണചന്ദ്രനാകട്ടെ ആ ഭഗവാനെ വളരെ ഉജ്ജ്വലമായി അങ്ങോട്ട് ശോഭിപ്പിക്കാൻ തുടങ്ങി. ആ ഭഗവാന്റെ കാന്തിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ചന്ദ്രൻ്റെ ആ ശോഭയേറ്റ് ആ മണൽത്തിട്ടയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഭഗവാൻ തൻ്റെ ഓടക്കുഴലെടുത്ത് വളരെ മധുരതരമായ നിലയിൽ വേണുഗാനം ഉതിർക്കാൻ തുടങ്ങി. ആ വേണുഗാനം കേൾക്കുന്ന സമയത്ത് ഗോപികമാരെല്ലാവരും അവരവർ ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളെ പാടെ അവസാനിപ്പിച്ച് സ്വയം മറന്ന അവസ്ഥയിൽ ഈ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടാൻ തുടങ്ങി.
ഇവർക്കെല്ലാവർക്കും ഉണ്ടായ അനുഭവം കൃഷ്ണൻ ഞങ്ങളെ വിളിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളെ എന്ന വാക്കിനേക്കാൾ ഒരു എന്നെ വിളിക്കുന്നു എന്ന് ഓരോരുത്തർക്കും തോന്നി. മനസ്സിലായില്ലേ? ഇത്രയും കാലം ഭഗവാനോടൊപ്പം വസിച്ചിട്ടും നാളിതുവരെയും ഭഗവാൻ ഗോപികമാരെ വിളിക്കുകയുണ്ടായിട്ടില്ല. പകരം ഗോപികമാരാരെ വിളിക്കുക ചെയ്യുന്നത്? ഭഗവാനെ വിളിക്കുക ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ആദ്യമായിട്ടാണ് ഇവർ കാത്തിരിക്കുന്ന ഒരു വിളി കേൾക്കുന്നത്. കൃഷ്ണ ഇതാ ഞങ്ങളെ വിളിക്കുന്നു, എന്നെ വിളിക്കുന്നു എന്ന് ഓരോ ഗോപികമാർക്കും തോന്നി. ഈ വിളി കേൾക്കാൻ വേണ്ടി മാത്രം തപസ് ചെയ്ത് വ്രതാനുഷ്ഠാനത്തോടെ ജീവിക്കുന്ന തപസ്സിനിമാരെ പോലെയാണ് ആര്? ഗോപികമാർ. ഈ ശബ്ദം കേട്ട മാത്രയിൽ എന്തൊക്കെ ചെയ്തോ അതൊക്കെ അവിടെ വെച്ച് നിർത്തി. ചിലർ രാത്രി സമയമാണ്, ഭർത്താവിന് ചോറ് വിളമ്പി കറി വിളമ്പാനായിട്ട് തവിയെടുത്തപ്പോഴാണ് ഭഗവാന്റെ നാദം കേട്ടത്. എടുത്ത തവിയുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി നടന്നു. ചിലർ പശുവിൻ്റെ അടുത്ത് വൈക്കോല് കൊണ്ടുചെന്ന് വൈക്കോലിട്ട് കൊടുക്കാൻ നേരത്ത് പശു തലതീട്ടി അത് തിന്നാൻ വേണ്ടി വാ തുറക്കുമ്പോഴാണ് ഈ വിളി കേട്ടത്. അവർ പശുവിനെ കളഞ്ഞുപേക്ഷിച്ച് വൈക്കോലുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ചിലർ കിടന്ന് ഉറങ്ങിയ വേഷത്തിൽ അവിടെ നിന്ന് എണീറ്റു. ചിലർ രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞൊന്ന് കുളിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അങ്ങനെയാണ് അവരങ്ങനെ ഇറങ്ങി. ഇതെന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അവരെ തന്നെ മറന്നു അല്ലേ? ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് പൂർണ്ണമായും മറന്ന് അവർ പുറത്തേക്ക് ഇറങ്ങി. ഈ വേണുഗാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവാൻ ഈ ഒരു അവസരം ഗോപികമാർക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വേണുഗാനത്തിലൂടെ ഭഗവാന്റെ വിളി മറ്റൊരാൾക്കും കേൾക്കാൻ സാധിച്ചിട്ടില്ല. ആകെ ഈ വിളി മുഴുവൻ കേട്ടതാരാ? ഗോപികമാർ മാത്രമാണ്. ഭർത്താക്കന്മാരൊക്കെ തടയാൻ ശ്രമിച്ചു. കാരണം ഗോപികമാരൊക്കെ വിവാഹിതരും മക്കളും ഒക്കെ ഉള്ളവരാ. കൊച്ചുമക്കളൊക്കെ ഉള്ള ആൾക്കാർ വരെ ഗോപികമാരെ കൂട്ടത്തിലുണ്ട്. മനസ്സിലായില്ലേ? ഭഗവാൻ ഈ ലീലയാടുമ്പം ഭഗവാന്റെ വയസ്സ് കേവലം 7 വയസ്സേ ആയിട്ടുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ വലിയ യുവാവൊന്നും ആയിട്ടുള്ള പ്രായമൊന്നുമല്ല. ഗോവർദ്ധന പർവ്വതോദ്ധാരണ സമയത്തിന് തൊട്ടുപുറല. ഗോവർദ്ധന പർവ്വതോദ്ധാരണം ഭഗവാന്റെ 7 വയസ്സ് പ്രായം കഴിയുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഒരു 7 വയസ്സിനടുത്ത് പ്രായമുള്ള സമയത്താണ് ഭഗവാൻ ഈ ഒരു രീതിയിൽ ഈ ഗോപികമാരെ ക്ഷണിച്ചത്. ഇവിടെ മറ്റുള്ള ഒരാൾക്ക് ഇത് കേൾക്കാൻ സാധിച്ചില്ല. അവർ തടയാൻ ശ്രമിച്ചെങ്കിലും ഭഗവാന്റെ മായാപ്രഭ കൊണ്ട് അവർ ഈ തടയുന്ന കർമ്മത്തിൽ നിന്നും അവരും മാറി. ഇവരെല്ലാവരും വളരെ വേഗത്തിൽ വഴിയിലേക്ക് ഇറങ്ങി ഇവർ ആ വേണുഗാനത്തെ പിന്തുടർന്ന് എവിടെ എത്തി? യമുനാതീരത്തെത്തി. ഇന്ന് വരെ അവർ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരനായി കൃഷ്ണനെ അവർക്ക് തോന്നി. കാരണം ചന്ദ്രൻ്റെ ആ പൂർണ്ണ നിലാവത്ത് വളരെ മനോഹരമാറുന്ന ഒരു വെണ്ണിലാവൊഴുകുന്ന ഒരു വിഗ്രഹം നിൽക്കുന്നത് പോലെ അവർക്ക് ഓരോരുത്തർക്കും കൃഷ്ണനെ അനുഭവപ്പെട്ടു. ആ മനോഹരമാർന്ന രൂപത്തെ ദർശിച്ചുകൊണ്ട് ഇവരെല്ലാവരും വട്ടം കൂടി ഭഗവാന് ചുറ്റുമായിട്ട് വന്ന് ചേർന്നു. ഭഗവാനാകട്ടെ ഈ ഓടക്കുഴലൂതക്കം അതോടുകൂടി നിർത്തി. എല്ലാവരും എത്തിയെന്നറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഓടക്കുഴലൂതക്കം അങ്ങ് നിർത്തി. ഭഗവാന്റെ ഓടക്കുഴൽ എന്ന് പറയുന്നത് തന്നെ ഒരു വിശിഷ്ടപ്പെട്ട ഭാഗമാണ് കേട്ടോ. ഭാഗവതത്തിൽ ഭഗവാന്റെ ഓടക്കുഴൽ എന്താണെന്നൊരു വർണ്ണന തന്നെയുണ്ട്. കേവലം സംഗീതത്തിൻ്റെ തലമല്ല ഭഗവാന്റെ ഓടക്കുഴൽ. അതുകൊണ്ടാണ് ഭഗവാന്റെ കരങ്ങളിൽ എപ്പോഴും ഓടക്കുഴൽ എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ ചില സ്ഥലങ്ങളിൽ വളരെ വൈരുദ്ധ്യം എന്ന നിലയിൽ ഒരു കാഴ്ച കാണാറുണ്ട്. പല വീടുകളിലും കൃഷ്ണൻ്റെ പ്രതിമ മേടിച്ചുകൊണ്ട് വെച്ചിട്ട് ആരോ പറഞ്ഞു കൊടുത്ത് ഓടക്കുഴലിരിക്കുന്ന കൃഷ്ണനെ വെക്കരുത്, അതുകൊണ്ട് കൃഷ്ണൻ്റെ ഓടക്കുഴൽ വരെ ഊരി മാറ്റിയിട്ടുള്ളവരാണ് ഇപ്പോൾ കൃഷ്ണൻ്റെ ഭക്തരാണെന്നും പറഞ്ഞ് നടക്കുന്നത്. ഈ നാട്ടിലൊക്കെ ഉണ്ടോ അങ്ങനെ? ഉണ്ടോ? മനസ്സിലായില്ലേ? ചില നാട്ടുകളിലൊക്കെ അങ്ങനെ കാണാൻ സാധിക്കും. പലരും എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായൊരു ബോധം അല്ലെ കൃത്യമായൊരു യുക്തിയില്ലാത്തപ്പോൾ ആരെങ്കിലും പറയുന്നത് വിശ്വസിക്കുന്നതാണ്. പറഞ്ഞൊരു ആശയം മനസ്സിലായില്ലേ? പല സ്ഥലങ്ങളിലും ചില വീടുകളിൽ ചെല്ലുമ്പം കൃഷ്ണൻ ഇങ്ങനെ വെറുതെ കയ്യും കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ചോദിക്കും പറയും ഓടക്കുഴൽ വെക്കരുതെന്ന് പറഞ്ഞു. ഓടക്കുഴൽ വെച്ചാൽ ഒരു വീട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് വലിയ വിദ്യാഭ്യാസമുള്ള വീട്, അതാണ് ഏറ്റവും വലിയ വിറ്റ്. ഈ വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷേ വിവരം എന്ന് പറയുന്ന സാധനം ഉണ്ടോ എന്നുള്ളത് തികഞ്ഞു നോക്കണം. കൊല്ലത്തെ ഒരു പ്രധാനപ്പെട്ട അഡ്വക്കേറ്റിൻ്റെ വീട്ടിൽ പോയപ്പോൾ ചോദിച്ചതാണ് ഈ ഓടക്കുഴൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ആരോ പറഞ്ഞു അത് വെച്ച് കഴിഞ്ഞാൽ സമ്പത്ത് ചോർന്നു പോകുമെന്ന്. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഓടക്കുഴൽ ഊരി മാറ്റി വെച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഭഗവാനെക്കുറിച്ചൊക്കെ നമ്മുടെ ധാരണ ഇതാണെങ്കിൽ ഭഗവാന്റെ വിഗ്രഹം മേടിച്ച് വെക്കാതിരുന്നാൽ പോരെ? മനസ്സിലായോ? ഇനി അതിനേക്കാളും ദുഃഖം തോന്നിയത് ഒരു വീട്ടിൻ്റെ പുരവാസ്തുവിലേക്ക് വിളിക്കാൻ വന്നു. വന്നത് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചാണ് വന്നത്. ചെറുപ്പക്കാരാണ്.
അവർ വിളിക്കാൻ വന്ന സമയത്ത് പുരവാസ്തുവിലി അറിയാലോ, വീടിൻ്റെ പാലുകാച്ച് കർമ്മം. അപ്പോൾ ഗൃഹപ്രവേശത്തിന് വിളിക്കാൻ വേണ്ടി വന്ന സമയത്ത് ഒരു സംശയം ചോദിച്ചു, ഈ കൃഷ്ണൻ്റെ വിഗ്രഹം വീട്ടിൽ വെക്കാവോ? ചിലർക്ക് അങ്ങനെയൊക്കെയുള്ള സംശയമുണ്ട്, വിഗ്രഹങ്ങൾ വെക്കാവോ അല്ലേ? നമ്മൾ വർഷങ്ങളായി ഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്ന, പക്ഷേ ഇപ്പോഴും സംശയങ്ങൾ ഇങ്ങനെയാണ്, വിഗ്രഹം വെക്കാവോ, ഈ രൂപത്തിലെ ഫോട്ടോ വെക്കാവോ, ഇങ്ങനെയൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, പണ്ട് ഈ മഹാഭാരതം നമ്മളെ ഒട്ടനവധി വീടുകളിലുണ്ടായിരുന്ന ഗ്രന്ഥമായിരുന്നു മഹാഭാരതം. ഭഗവാന്റെ ചരിത്രം കൂടി ഉൾപ്പെടുന്ന മഹാഭാരതം. ആരോ പ്രചരിപ്പിച്ചു മഹാഭാരതം വീട്ടിൽ വെച്ചാൽ കുരുക്ഷേത്ര യുദ്ധങ്ങളെ വീട്ടിൽ ഡെയിലി അടിയാന്ന്. മനസ്സിലായില്ലേ? അന്ന് ഹിന്ദുവിൻ്റെ വീട്ടിൽ നിന്ന് മഹാഭാരതം പടിയിറങ്ങിയതാണ്. പലരും ചെയ്യുന്നതൊന്നും നടയിൽ ഉപേക്ഷിച്ചു പോയി, പലരും ചില അമ്പലത്തിൽ കൊണ്ടുപോയി. അപ്പോൾ ചോദിച്ചു, ഇത് എന്ത് ചെയ്യണം? അതെ, ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് ഇത് ആലിൻ്റെ ഒട്ടി വെച്ചിട്ട് തിരിഞ്ഞു നോക്കാൻ നടന്നാൽ മതിയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കേ. അത് കേട്ട വിഡ്ഢികളുണ്ടെന്നേ നമ്മുടെ നാട്ടിൽ. പണ്ടെല്ലാ വീടുകളിലും ഉണ്ട് ഈ മഹാഭാരതം ഉണ്ടായിരുന്നു. ഭാഗവതത്തേക്കാൾ കൂടുതലുണ്ടായിരുന്നത് മഹാഭാരതമായിരുന്നു പണ്ട് കാലത്ത്. മനസ്സിലായില്ലേ? ജീവിതധർമ്മം എന്താണെന്ന് പഠിക്കാൻ ഇതുപോലെ ഉത്തമമായൊരു ഗ്രന്ഥം വേറെയില്ല. അതുപോലെ തന്നെയുള്ള ഗതികേടാ ഭഗവത്ഗീതയ്ക്കും വന്നത്. ഭഗവത്ഗീത യുദ്ധക്കളത്തിൽ വെച്ച് പറഞ്ഞത്, അത് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെന്നും വഴക്കാരി. എന്നിതൊക്കെ വീട്ടിൽ നിന്ന് മാറ്റി അന്ന് തൊട്ട് വീട്ടിൽ വഴക്കും വക്കാണമായി. മനസ്സിലായില്ലേ? ആരെങ്കിലും എന്തെങ്കിലും ഭാഗ്യമായി പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് അത് പിന്തുടരുന്നവരായി മാറി. മനസ്സിലായോ അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇങ്ങനെ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുരവാസ്തുവിലേക്ക് വന്നവരോട് ചോദിച്ചു, എന്താ കാര്യം ചോദിച്ചു. പറഞ്ഞു വിഗ്രഹം വെക്കാവോ. ഞാൻ ചോദിച്ചു, ചോദിച്ചതിൻ്റെ കാര്യം എന്താ? അല്ല, ഞങ്ങളൊരു വിഗ്രഹം വാങ്ങിയായിരുന്നു വീട് പണി കിടന്നപ്പോൾ ഗുരുവായൂർ പോയപ്പോൾ. ഞാൻ പറഞ്ഞു, വാങ്ങിയത് എന്തിനാ? അത് വെക്കാനല്ലേ? ആണെങ്കിൽ വെച്ചോ. അല്ല, വെക്കാനാണെങ്കിൽ ഒരു സംശയം. ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ വീടിൻ്റെ പാലുകാച്ചിന് സമയം നോക്കാൻ വേണ്ടി ഒരു ജ്യോത്സ്യരെ കാണാൻ പോയി. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വെക്കരുതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹം തീർക്കേണ്ടത് അദ്ദേഹമല്ലല്ലോ. നിങ്ങൾ ആഗ്രഹിച്ച് അവിടുന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ വെക്കുക. ഇനി നിങ്ങൾക്ക് വെക്കണ്ടെന്നുണ്ടെങ്കിൽ വെക്കണ്ട, എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം വീട് വെക്കാൻ നേരത്ത് നിങ്ങൾ എന്നോട് ചോദിച്ചില്ല, വീട് വെച്ചത് ഞാൻ അറിഞ്ഞില്ല. വീട് വെച്ച് കഴിഞ്ഞ് വിളിക്കുന്നതാണ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് നിങ്ങൾ വെക്കുക, വെക്കാതിരിക്കുക നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവസാനം ഞാൻ ചോദിച്ചു, എന്താ അദ്ദേഹം വെക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചോന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അതെന്താ? അപ്പം ഈ സമയം കുറിക്കാൻ പോയത് ഈ വീട്ടിലെ ചേച്ചിയാണ്. അപ്പം അവർക്കിത് പറയാനൊരു വിഷമം. ഞാൻ നിർബന്ധിച്ച് ചോദിച്ചു, അല്ല കാര്യം പറ, കേൾക്കട്ടെ, എന്തായാലും കാര്യം കേട്ടിട്ട് മറുപടി പറയാമെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഞാൻ പിന്നെ പറയാം. ഞാൻ പറഞ്ഞു, പിന്നെ പറയാമെങ്കിൽ ഉത്തരവും പിന്നെ പറയാമെന്ന് പറഞ്ഞു. അല്ല, ഞാൻ മൊബൈലിൽ വാട്സാപ്പിൽ ഇടാം. അപ്പം ഞാൻ ചോദിച്ചു, എടാ വാട്സാപ്പിൽ ഇടേണ്ട കാര്യം എന്താ? അപ്പം നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും നിൽക്കുന്നിടത്ത് ഭാര്യയ്ക്ക് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അവസാനം ഒരു വിഷമത്തോടു കൂടി ഭാര്യ പറഞ്ഞു. പറയാനുള്ള വിഷമം പിന്നീട് മനസ്സിലായി. അതായത് ഈ പറഞ്ഞു കൊടുത്ത ആൾ പറഞ്ഞത്, ഈ കൃഷ്ണൻ ആളത്ര ശരിയല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഓടക്കുഴലോടുകൂടിയ കൃഷ്ണനെ ഒട്ടും വെക്കരുതെന്ന് പറഞ്ഞു കൊടുത്തു. ഈ ഓടക്കുഴൽ വഴിയാണല്ലോ കൃഷ്ണൻ കാമുകിമാരെയൊക്കെ വിളിച്ചത്. അതുകൊണ്ട് ഓടക്കുഴലുള്ള കൃഷ്ണനെ വെച്ചാൽ വീട്ടിലെ ആണുങ്ങൾ വഴിതെറ്റിപ്പോവും. ആലോചിച്ച് നോക്കുക, എത്ര വിരോധാഭാസമാണ് നമ്മുടെ ഈ ചില ആൾക്കാർ ശാസ്ത്രബോധത്തെക്കുറിച്ച് വ്യക്തമായി പഠിക്കാതെ കൈകാര്യം ചെയ്യുന്നതിൻ്റെ അപകടം. മനസ്സിലായോ? നമ്മളൊരു സ്ഥാനത്തെത്തി അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു തുടങ്ങി അത് വെച്ച് നമ്മുടെ പഠനം അവസാനിക്കാൻ പാടില്ല. നമ്മൾ ആ ഇരിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് വീണ്ടും വീണ്ടും നമുക്കുള്ള അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. വേണ്ടേ? വേണോ? വേണ്ടയോ? വേണം. അങ്ങനെ എത്താനുള്ള പരിശ്രമം പലപ്പോഴും നമ്മുടെ ഇടയിൽ നടക്കണില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പം ഞാൻ തമാശ രൂപേണ പറഞ്ഞു, ഇതാണോ ഭർത്താവിനെ ഉപയോഗിച്ച് പറയാൻ എത്ര പാട് എന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഓടക്കുഴൽ മാറ്റി വെക്കണ്ട. ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞത്, ഭർത്താവിൻ്റെ മൊബൈൽ അങ്ങ് മാറ്റി വെച്ചാൽ മതി. മനസ്സിലായില്ലേ? ഇന്നത്തെ കാലത്ത് പാവപ്പെട്ട ആ ഈറയുടെ ഓടക്കുഴൽ വലിയതായിട്ട് ചതിയൊന്നും ചെയ്യത്തില്ല. ഇനി ഭഗവാൻ ഊതിയപ്പോൾ ഓടക്കുഴലിൻ്റെ നാദം ഇത്രയും ദൂരത്ത് ഗോപികമാർ കേട്ടൂലേ? പക്ഷെ നമ്മളാരെങ്കിലും ഊതിയെ കേൾക്കും? അങ്ങനെ അതൊന്നും കേൾക്കില്ല. പക്ഷെ അതിനേക്കാൾ അപകടം ദൂരത്ത് വരെ ഏത് പോവും? മൊബൈൽ പോവും. അപ്പോൾ ഇന്നത്തെ കാലത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ചില കാര്യങ്ങളെ പലതും നമ്മളിങ്ങനെ ആരെങ്കിലും പറയണത് കേട്ട് നമുക്കൊരു യുക്തിയില്ലേ? ഭഗവാന്റെ ചിത്രം വെച്ച് പൂജിക്കാമെങ്കിൽ പിന്നെന്താ ഭഗവാന്റെ വിഗ്രഹം വെച്ചാൽ? രണ്ടും ഒന്ന് തന്നെയല്ലേ? അല്ലേ?
പടത്തിലിരിക്കുന്നതിനല്ലേ വിഗ്രഹം വെക്കുന്നത്. അതിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി ആവശ്യമില്ലാതെ നേദ്യവും പായസവും ഒന്നും വെച്ച് വിളമ്പാതിരുന്നാൽ മതി. കാര്യം എല്ലാ ദിവസവും വെച്ച് വിളമ്പി കഴിഞ്ഞാൽ ഒരു ദിവസം വെച്ച് വിളമ്പില്ല എന്ന് പറഞ്ഞാൽ ഭഗവാന് ദോഷമൊന്നും നമുക്ക് തരത്തില്ല, ഭഗവാന് കോമ്പില്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ സ്വയം ഒരു നെഗറ്റീവ് വരും. പറഞ്ഞ ആശയം മനസ്സിലായില്ലേ? അല്ല ഭഗവാൻ അത്ര ദുഷ്ടനൊന്നുമല്ല, എനിക്കിന്ന് പായസം തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വടിയെടുത്തുകൊണ്ട് നമ്മളെ ശിക്ഷ തരാൻ. മനസ്സിലായില്ലേ? ദൈവങ്ങളൊന്നും ഒരിക്കലും ഒരാൾക്ക് ഒരു ദോഷം കൊടുക്കുന്ന ആളല്ല. ഈ ദോഷം മുഴുവൻ നമ്മളെ പറഞ്ഞു പറ്റിച്ച് നമ്മളെ മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതായി ദോഷം. അതിൻ്റെ ഏറ്റവും വലിയ പരിണിത ഫലമാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ പോലും, മഹാക്ഷേത്രങ്ങളിൽ പോലും നമ്മൾ ചില കാര്യത്തെ തിരുത്തേണ്ടത് തിരുത്തണം. അതുകൊണ്ടാണ് പറയുന്നത്. മഹാക്ഷേത്രങ്ങളിൽ പോലും ഇന്ന് ഈ നാഗരപൂജ നടത്തുമ്പോൾ, ആയില്യപൂജ നടത്തുമ്പോൾ സർപ്പദോഷം നീങ്ങാനെന്നും പറഞ്ഞിട്ടൊരു പ്രചരണമുണ്ട്, ഇല്ലേ? സത്യത്തിൽ എന്താ ഈ സർപ്പത്തിന് നമ്മളോട് ഇത്ര ദോഷം? ഇതൊക്കെ പറഞ്ഞാൽ ചിലർ പറയും ഭാഗവതം പറയാമെന്നോ അത് പറഞ്ഞിട്ട് പോയാൽ പോരെ, ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? എന്താ സർപ്പത്തിന് നമ്മളോട് ഇത്ര ദോഷം? അങ്ങനെ ചോദിച്ചാൽ പിന്നെ അടുത്ത ഒരു മറുപടി തരും. എന്താണെന്നറിയാവോ? നമുക്കൊരിക്കലും പിന്നെ തിരിച്ചു പറയാൻ പറ്റും. നമുക്ക് ഈ ജന്മത്തിൽ അല്ലെങ്കിൽ വേറെ പൂർവ്വജന്മത്തിലെങ്കിലും ഉരകജീവികളെ നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാവും, അതിൻ്റെ ദോഷമെന്ന് പറയും. അങ്ങനെയല്ലേ പറയണേ? ശരിയല്ലേ? ഈ പൂർവ്വജന്മം പറഞ്ഞാൽ പിന്നെ നമുക്കാർക്കും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വിശ്വസിക്കുന്ന ഭാഗമുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ എത്ര ജീവികളെ ഉപദ്രവിച്ചിട്ടുണ്ട്. കൊതുക് കടിച്ച് നമ്മൾ അടിച്ചു കൊല്ലത്തില്ലേ? ഒരു ഉറുമ്പം കൂട്ടി ചെന്ന് ചവിട്ടിയാൽ നമ്മൾ കൊല്ലത്തില്ലേ? അതിനുമൊക്കെ ജീവനില്ലേ? അപ്പോൾ ആ ജീവനൊന്നും വിലയില്ലേ? പറഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ ഒരിക്കലും ഒരു ആയില്യ പൂജ നടക്കുന്ന സമയത്ത് ആ പൂജ ചെയ്യുന്ന ആളിനോട് തന്നെ ചോദിച്ചു, പൂജ ചെയ്യുന്നവർ അതെന്തിനാണെന്നും കൂടെ പഠിച്ചു അതിനെ കൂടി പറയാനും കൂടി ബാധ്യസ്ഥരാണ്, എങ്കിലേ അവർ പുരോഹിതന്മാരായി മാറ്റപ്പെടുള്ളൂ. ഇന്ന് അങ്ങനെയുള്ള പുരോഹിതന്മാരില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും അവർക്ക് തോന്നിയ ഊഹം വെച്ച്, മനസ്സിലായില്ലേ, നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ശരിയായ വിദ്യാഭ്യാസം അതാണ് ഇന്ന് ഹിന്ദു നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം, പ്രത്യേകിച്ചും നമ്മുടെ ഈശ്വരവിശ്വാസത്തിൽ. ശരിയായ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ആരെങ്കിലും കലക്കി തരുന്നതെല്ലാം നമ്മുടെ ഉള്ളിൽ കിടന്ന് കലങ്ങും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയ ഏതാണ്? അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഭയം എന്ന് പറയുന്ന ഒരു സാധനം, അല്ലേ? ദോഷം കിട്ടും, ദോഷം കിട്ടും. ദോഷത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ വീട്ടിലെ എല്ലാ കർമ്മങ്ങളും നടക്കണം. സ്വന്തം മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, മനസ്സിലായില്ലേ, നമ്മുടെ മുത്തശ്ശനോ മുത്തശ്ശിയൊക്കെ നമുക്ക് വേണ്ടി ജീവിച്ചവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേ അടുത്ത ജ്യോത്സ്യം പറയുന്ന ആദ്യത്തെ വാക്കുന്നതറിയോ? പിതൃദോഷമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് വേണ്ടി ജീവിച്ചവർ നമുക്ക് ദോഷം ചെയ്യുന്നവരാണെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ കരുതുന്നത്, എങ്ങനെയാണ് നമ്മൾ അവരുടെയൊക്കെ മക്കളായി മാറാൻ എന്ത് യോഗ്യതയുള്ള? പിതൃ സദ്ഗതിക്ക് വേണ്ടിയിട്ടാവാം, പിതൃദോഷത്തിന് വേണ്ടിയാവരുത്. പറഞ്ഞാൽ അർത്ഥം മനസ്സിലായില്ലേ? ഈശ്വരാനുഗ്രഹം കൊണ്ട് അവർക്ക് മുക്തി കിട്ടാൻ വേണ്ടി പൂജകൾ ചെയ്യാം, പൂജ ചെയ്യേണ്ടെന്നല്ല പറഞ്ഞത്. ഇത് പറയുന്നത് പിതൃദോഷം കൊണ്ടാണ്. അതുകൊണ്ടാണ് വീട്ടിലെല്ലാവർക്കും രോഗം, അസുഖം, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ എപ്പോഴും ഉണ്ടാവും. ആരുടെ പിതൃദോഷം കൊണ്ടാണ് 1.5 വർഷക്കാലം മുഴുവൻ ആൾക്കാർക്ക് കോവിഡ് വന്നിട്ട് പെരക്കകത്ത് അടച്ചിരുന്നത്? ശരിയായ നിലയിൽ ചിന്തിച്ചില്ല എങ്കിൽ ചൂഷണം ചെയ്യപ്പെടും നമ്മൾ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞതിൻ്റെ അർത്ഥം? കൃത്യമായ മൂല്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കാൻ ഭക്തന്മാർ നമ്മൾ തയ്യാറാവണം. ഇല്ലെങ്കിൽ നമ്മുടെ ഭക്തിയെ ചൂഷണം ചെയ്യുന്നവർ അതിനെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരിക്കലും അവരുടെ ഉപദേശം കേട്ട് നേരായി എത്തത്തതുമില്ല. മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് പലതും നഷ്ടപ്പെടും. അവസാനം നമുക്കെന്ത് ചെയ്യും? ഈശ്വരനെ പോലെ വെറുക്കുന്നവരായി നമ്മൾ മാറും. പലപ്പോഴും ഇപ്പോൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഭക്തന്മാരായി ഇങ്ങനെ പോകുന്ന ആൾക്കാർ വലിയൊരു ശതമാനം കുറേ നാൾ കഴിയുമ്പോൾ അവിശ്വാസികളായി ഇപ്പോൾ മാറ്റപ്പെടുന്നുണ്ട്. എന്താ കാരണം? ഇതൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് സൂചിപ്പിച്ചതാണ്. ഇവിടെ ഭഗവാന്റെ ഓടക്കുഴലെന്ന് പറയുന്നത് ഭഗവാനിലേക്ക് സമർപ്പിതമായ ഒരു ശരീരത്തിൻ്റെ പ്രതീകമാണ്. 9 ദ്വാരങ്ങളുണ്ട് ഓടക്കുഴലിന്. മനസ്സിലായില്ലേ? ഈ 9 ദ്വാരങ്ങൾ എന്താണെന്നറിയണമെങ്കിൽ ഭാഗവതത്തിൽ പുരഞ്ജനോപയാഖ്യാനം എന്ന് പറയുന്ന നല്ലൊരു ഭാഗമുണ്ട്.
മനസ്സിലായോ? പുരഞ്ജനൻ വന്ന് താമസിക്കുന്ന ഒരു കൊട്ടാരവും അദ്ദേഹത്തിനോടൊപ്പം കൂടുന്ന പുരഞ്ജന്യെയും ആ കൊട്ടാരത്തിന് 9 വാതിലുകളുണ്ടെന്ന് വളരെ വ്യക്തമായി നിർണയിച്ചുകൊണ്ടാണ്. അത് പറഞ്ഞതിന് ശേഷമാണ് വ്യാസൻ ഓടക്കുഴലിൻ്റെ തത്വം പറയുന്നത്. നമ്മുടെ ഈ ശരീരം തന്നെയാണ് ഭഗവാന്റെ ആത്മരാഗം. എപ്പോഴാണോ ഭഗവാൻ നമ്മളിലൂടെ പ്രവേശിച്ച് ആത്മാനന്ദപ്രദമായി ഭഗവാന്റെ ചൈതന്യം നമ്മളിൽ നിറയുന്നത്, ആ നിമിഷം നമ്മൾ എന്തായി മാറും? ഓടക്കുഴലായി മാറും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമാകുന്ന തടസ്സങ്ങളെല്ലാം നീങ്ങിയാൽ, ശരിയായ ജ്ഞാനം പ്രവഹിക്കുമ്പോൾ അത് ഓടക്കുഴലിന് തുല്യമായി മാറും. ഈ ഈറയ്ക്കകത്തും തടസ്സങ്ങളെയൊക്കെ നീക്കിയിട്ടല്ലേ അതിനെ ദാരങ്ങൾ കൊടുത്ത് ക്രമീകരിക്കുന്നത്, അല്ലേ? അതിനുള്ളു ഭാഗം പൊള്ളയല്ലേ? നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ പൊള്ളയല്ല. എന്താ കാരണം? വേണ്ടാത്തതും വേണ്ടതുമായ സർവ്വതും വാരി നിറച്ചിട്ടുണ്ട്. ആര് നിറച്ചു? നമ്മൾ നിറച്ചിട്ടുണ്ട്, അല്ലേ? എത്രയെത്ര മോഹങ്ങളാണ് നമ്മൾ അടുക്കി വെച്ചേക്കുന്നത്. എത്രയെത്ര അസൂയയും കുശുമ്പും ഏഷണിയും ഭീഷണിയും, അല്ലേ? ഇതൊക്കെ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പറക്കി പുറത്തോട്ട് കളഞ്ഞാൽ പിന്നെ അവിടെ പൊള്ളയായി. അവിടെ പിന്നെ എന്ത് നിറയും? ഭഗവാന്റെ ചൈതന്യം നിറയും. 9 ദാരങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുണ്ട്. 9 ദാരം. മനസ്സിലാവുന്നുണ്ടോ? കണ്ണിൻ്റെ 2 ദാരം, മൂക്കിന് 2 ദാരം, ചെവിയുടെ 2 ദാരം. എത്രയായി? 6ആയി. വായുടെ 1 ദാരം, മലമൂത്ര വിസർജനേന്ദ്രിയങ്ങൾ എത്രയായി? 9ആയി. മനസ്സിലായില്ലേ? 9 ദാരങ്ങളിലൂടെ വേണം സംഗീതം ഒഴുകാൻ. ഇവിടെ വേണുഗാനം സംഗീതമാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ എന്താ? സദ്ഗീതം, അവൻ്റെ ഗീതം, ഈശ്വരൻ്റെ ഗീതം. മനസ്സിലായോ? ഇതാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓടക്കുഴലിനെയാണ് നമ്മൾ പലയിടത്തും ഊരി കളഞ്ഞത്. ശരി, ഇവിടെ ആ ഭാഗത്തിലേക്ക് വരാം. അങ്ങനെയുള്ള ഓടക്കുഴലിലൂടെയാണ് ഭഗവാൻ ആരെ ക്ഷണിക്കുന്നത്? ഗോപികമാരെ ക്ഷണിച്ചത്. ഈ ഗോപികമാരെല്ലാം വന്നു ചേർന്നപ്പോൾ ഭഗവാൻ ഓടക്കുഴൽ വിളി അങ്ങ് നിർത്തിയതിന് ശേഷം ഭഗവാൻ ഗോപികമാരോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഭഗവാന്റെ ഈ സ്വഭാവം അങ്ങനെയാണ്. എങ്ങോട്ട് എപ്പോൾ തിരിയുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഭഗവാൻ ഗോപികമാരോട് ചോദിച്ചു, അല്ല നിങ്ങളെല്ലാവരും കൂടി ഈ രാത്രിയിൽ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ അങ്ങ് വിളിച്ചിട്ടല്ലേ വന്നത്. ഭഗവാൻ ചോദിച്ചു, ഞാൻ വിളിച്ചോ? ഞാൻ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ വന്നിട്ട് എടി ഗോമതി ഇറങ്ങി പാടിയെന്നോ കൗസല്യ എന്നോ ശുപ്രഭയെന്നോ വിളിച്ചിട്ടുണ്ടോ? ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. ഞാനിവിടെ നിന്ന് എൻ്റെ ഓടക്കുഴലൂതി. അപ്പം ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ അങ്ങ് വിളിക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി. മനസ്സിലായില്ലേ? ഭഗവാൻ ചോദിച്ചു, അങ്ങനെ ആരെങ്കിലും വിളിക്കുന്നതായി തോന്നിയാൽ, അർദ്ധരാത്രിയിൽ ഏതെങ്കിലും പുരുഷൻ വിളിക്കുന്നു എന്ന് പറഞ്ഞ് തോന്നിയെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അത്ര നല്ല സ്വഭാവമാണോ? മനസ്സിലായില്ലേ? ഇപ്പം നമ്മളെ വീട്ടിൽ നിന്ന് രാത്രി പറയുക, എന്നെ അപ്പുറത്തെ വീട്ടിലെ കൊച്ചാട്ടം വിളിക്കുന്നതായിട്ട് തോന്നിയെന്നും പറഞ്ഞ് ഇറങ്ങി പോകാറുണ്ടോ? ഇനി വിളിച്ചാൽ തന്നെ പോകാൻ പാടുണ്ടോ? മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ എങ്ങനെയാ ധർമ്മിഷ്ഠരായ കുലസ്ത്രീകളാവുന്നത്? ഇവിടെ കുലസ്ത്രീകളെന്ന് പറഞ്ഞാൽ ഗോപികമാരൊക്കെ ഞങ്ങൾ വലിയ ആൾക്കാരാണെന്നൊരു ധാരണയുണ്ട്. അവരുടെ ആ ഭാവത്തെ അങ്ങ് അടിച്ചുടക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളെങ്ങനെ കുലസ്ത്രീകളാവുന്നത്? നിങ്ങൾ തിരികെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ നിങ്ങളെ സ്വീകരിക്കേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ അർദ്ധരാത്രി, അതും പകലുമല്ല, അർദ്ധരാത്രിയിലാണ്. ഈ അർദ്ധരാത്രിയിൽ ആരോ വിളിച്ചു എന്ന് തോന്നിയാൽ, അങ്ങനെ ആരെങ്കിലും വിളിക്കുന്നിടത്തേക്ക് അവർ വിളിക്കുന്നത് കേട്ടുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന നിങ്ങളൊക്കെ വളരെ മോശക്കാരികളാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഭഗവാനെ അങ്ങനെ ആരെങ്കിലും വിളിച്ചാലൊന്നും ഞങ്ങൾ പോവില്ല. മനസ്സിലായില്ലേ? പിന്നെ അങ്ങ് വിളിച്ചാൽ ഞങ്ങൾ വരും. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അതെന്താ? അത് ഞങ്ങൾക്ക് അത്രയ്ക്ക് ഭഗവാനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, എന്നാലും നിങ്ങൾ ഇങ്ങനെ വന്നത് അത്രയും കൊണ്ട് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെന്ത് വിചാരിക്കും? അപ്പോൾ ഗോപികമാർ പറഞ്ഞു, ഭഗവാനെ അങ്ങ് വിളിച്ചാൽ ഇനി ആരെന്ത് വിചാരിച്ചാലും ശരി. മനസ്സിലായില്ലേ? ആ അപമാനമൊന്നും ഞങ്ങൾക്ക് തടസ്സമല്ല. കാരണം ഭക്തൻ ഒരിക്കലും ഈശ്വരനെ നേടാൻ പോകുമ്പോൾ മാനാപമാനങ്ങൾ നോക്കാൻ പാടില്ല. അതിലേക്കാണ് നമ്മളെ ഈ പാഠം കൊണ്ടുവന്നെത്തിക്കുന്നത്. മനസ്സിലായില്ലേ? മാനാപമാനങ്ങൾ നോക്കാൻ പാടില്ല. നമുക്ക് ഭഗവാന്റെ മുമ്പിൽ നിന്ന് കൈകൂപ്പുന്നതിന് ആരെങ്കിലും നോക്കുന്നതെന്നോ ചിരിക്കുന്നതെന്നോ നോക്കിയിട്ട് കാര്യമുണ്ടോ? മനസ്സിലായിരുന്നുണ്ടോ? നമുക്ക് ഈശ്വരനെ തൊഴുതുവാനുള്ളത് മറ്റുള്ളവരുടെ അംഗീകാരപത്രത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഭഗവാനെ നമസ്കരിക്കേണ്ടത് എങ്ങനെയാണോ അതനുസരിച്ച്. ഇപ്പം നമ്മളെ വളർന്നു വരുന്ന തലമുറയിൽപ്പെടുന്നവർക്കൊക്കെ ക്ഷേത്രത്തിലെത്തിയാൽ ഈ ക്ഷേത്രത്തിൽ പോകും, പക്ഷെ അവിടെ ചെന്നാൽ നമസ്കരിക്കാൻ പോലും മടിയുള്ളവരായി മാറിയിട്ടുണ്ട്. ചിലർക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ മടിയാണ്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ലക്ഷണമാണ് ഈ ഗണപതി ഭഗവാന് മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏത്തവിടിയിലാണ്, അല്ലേ? ഒരു ഭക്തന്. ഞാൻ ഇന്ന് വരെ ഈ ഗണപതിയുടെ മുമ്പിൽ ഇരുന്നിട്ട് നല്ലതുപോലെ ഏത്തവിടുന്ന ഒരാളിനെ കണ്ടിട്ടില്ല ഈ 7 ദിവസമായിട്ട്. എന്തിനാണ് ഏത്തവിടുന്നത്?
ചിലരെ ഏത്തോടിയിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഗണപതിയെ വിളിച്ചുകൊണ്ട് പോകാൻ നടക്കുക ഇങ്ങനെ കൈ വെച്ചിട്ടൊരു ആട്ടിവിളിയുണ്ട്, ബാ പോവാന്ന് പറയുന്ന കണക്ക്. മനസ്സിലായില്ലേ? ചിലർ ഇങ്ങനെ കൈ അങ്ങോട്ട് പിടിച്ചിട്ട് മുന്നോട്ട് കുനിഞ്ഞിൽ ആന കിടക്കുന്നവർക്ക് കിടത്ത വരും. ചിലരുടെ ധാരണ ഈ ഗണപതി ആനയാണെന്നാണ്. അതും ചില അപജയം വന്നിട്ടുള്ളൊരു ചിന്തയാണ്. ഈ വിനായക ചതുർത്ഥി ആവുമ്പോൾ ഇപ്പോൾ ആനയെ കൊണ്ടു നിർത്തി തീറ്റ കൊടുത്ത് ആനയൂട്ട് നടത്തി ഇപ്പം സാധാരണക്കാരായ ആൾക്കാരുടെ മുമ്പിൽ ഈ ഗണപതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആനയാണെന്നുള്ളതിൽ ആനപൂജയായി മാറിയിട്ടുണ്ട് പല ക്ഷേത്രങ്ങളിലടക്കം. ആനയ്ക്കോ പശുവിനോ കാളയ്ക്കോ പട്ടിക്കോ പൂച്ചയ്ക്കോ ഒക്കെ ആഹാരം കൊടുക്കുകയോ എല്ലാത്തിനെയും നമുക്ക് പൂജിക്കാം. കാരണം എല്ലാത്തിലും ഈശ്വരനുണ്ടില്ലേ? വൃക്ഷങ്ങളെ നമ്മൾ പൂജിക്കുന്നില്ലേ? നദിയെ നമ്മൾ പൂജിക്കുന്നില്ലേ? പർവ്വതത്തെ പൂജിച്ചിട്ടില്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഏത് ജീവിയെ പൂജ. പക്ഷേ ഗണപതി ആനയാണെന്ന നിലയിൽ ദുർവ്യാഖ്യാനം ചെയ്യുമ്പോൾ ആ ഗണപതി എന്ന തത്വത്തിനെ അറിയാനുള്ള ബോധത്തെ ഇല്ലാതാക്കലാണ് ചെയ്യുന്നത്. പറഞ്ഞ അപകടം മനസ്സിലായോ? ഇവിടെ ഈശ്വരന്മാരുടെ രൂപമൊന്നും യഥാർത്ഥത്തിൽ ഓരോ തത്വത്തെ നമ്മളിലേക്ക് പകരാൻ വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ അത് ആ രൂപത്തിലുള്ള ജീവിയുമായി ബന്ധപ്പെടുത്താനുള്ളതല്ല. ഇങ്ങനെയൊക്കെ നമ്മളതിനെ ഒന്ന് വിചിന്തനം ചെയ്ത് പഠിക്കേണ്ട. ശരി, ചിലർ നേരെ ഈ ആന കുനിയുന്നണക്ക് മുന്നോട്ട് ചെന്ന് കുനിഞ്ഞൊരു കിടക്കും. കുനിഞ്ഞ് കിടന്നിട്ട് തല ഇങ്ങോട്ട് കുലുക്കും, അരക്കിട്ട് അങ്ങോട്ട് കുലുക്കും. അല്ല ടിപ്പർ വണ്ടി മണ്ണ് തട്ടുന്ന കണക്കാണ് ചിലർ കുലുങ്ങി ഏത്തോടുന്നത്. അടുത്തൂടെ ആരെങ്കിലും പോയാൽ ഇടിച്ച് ദൂരെ തെറിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഏത്തോടിയിലുകാരുണ്ട്. ഇവിടെ ഏത്തോടുന്നതിനൊക്കെ വളരെ കൃത്യമായ ഒരു യോഗശാസ്ത്ര സംബന്ധമായ അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ് ഏത്തോടിയിൽ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പ്രാണസംവേദനത്തെ ഉണർത്താൻ, ത്രിനാഡികളെ ഊർജ്ജവൽക്കരിക്കാൻ, അവനിലുള്ള 6 ചക്രങ്ങളെ കൃത്യമായ സ്പന്ദനത്തിലൂടെ ഉയർത്തി ആലസ്യവും മടിയും അകർമ്മണ്യതയും മാറ്റി ആ ശരീരത്തെ സമ്പൂർണ്ണ എനർജി കൊണ്ട് പ്രാണനെ കൊണ്ട് ശക്തിപ്പെടുത്തലാണ് ഏത്തോടിയിൽ. അങ്ങനെ ശക്തിപ്പെടുന്ന ഒരാൾക്ക് ജീവിതത്തിലെ വിഘ്നങ്ങൾ സ്വയം മാറും, അവൻ്റെ കർമ്മം കൊണ്ട് തന്നെ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വിഘ്നേശ്വരന് മുന്നിൽ ഏത്തോടുന്നത്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന വഴിപാട് കൊണ്ട് ഗണപതി വീട്ടിൽ വന്ന് വിഘ്നം മാറ്റത്തില്ല. നമ്മൾ തന്നെയാണ് നമ്മുടെ വിഘ്നത്തെ അകറ്റാൻ ഭഗവാനെ ആശ്രയിച്ച്. എപ്പോഴാണ് വിഘ്നങ്ങൾ ജീവിതത്തിൽ വരുന്നത്? ആലസ്യവും മടിയൊക്കെ വരുമ്പോഴല്ലേ വിഘ്നങ്ങൾ വരുന്നത്, അല്ലേ? ഈ ആലസ്യവും മടിയൊക്കെ മാറ്റാൻ ഏറ്റവും പ്രഭാതത്തിൽ ഏത്തമിടുക എന്ന് പറഞ്ഞാൽ അത് നല്ല വ്യായാമ പ്രക്രിയയാണ്. ആരോഗ്യത്തെ സംരക്ഷിക്കാൻ, മാനസികാരോഗ്യത്തെ സംരക്ഷിക്കാൻ, അതുപോലെ ശരീരത്തിൻ്റെ പ്രാണശക്തിയെ സംരക്ഷിക്കാൻ, ആത്മബോധത്തിലേക്ക് വരുമ്പോൾ അറിവിലേക്ക് നേടാൻ, ഈ പ്രക്രിയകളെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഏത്തമിടുന്നത്. നമ്മൾ പറയാറില്ലേ, ശിവനെ കാണാൻ പോകുമ്പോൾ 6 പടി കിടക്കണമെന്നൊക്കെ പറയാറില്ലേ? ഈ 6 പടികളെയും ഒരുമിച്ച് ഊർജ്ജവൽക്കരിക്കലാണ്. എവിടെ ഈ 6 പടി? ശിവൻ്റെ അമ്പലത്തിലാണോ? കണ്ടിയൂർ മഹാദേവൻ്റെ അടുത്ത് പോകണോ? എവിടെ 6 പടി? ഈശ്വരോ രക്ഷതി. നമ്മളിൽ തന്നെയാണ്. നമ്മളിൽ തന്നെ മൂലാധാര സാധിഷ്ഠാന മണിപൂര അനാഹത വിശുദ്ധി ആജ്ഞ, നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും താഴത്തോട്ട് തൊട്ട് ഈ ശിരസിൻ്റെ ഭാഗം വരെയുള്ള നമ്മളെ നാഡികൾ തമ്മിൽ സംയോജിക്കുന്നതാണ് 6 പടി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ആ സംയോജിക്കുന്ന കേന്ദ്രങ്ങളെയാണ് 6 ചക്രങ്ങളെന്ന് പറയുന്നത്. ആ ചക്രങ്ങളിലൂടെ പ്രാണൻ്റെ ഉദ്ധാനമുണ്ടായി ബ്രഹ്മനാഡിയെ ഉണർത്താനാണ് ഏത്തോടുന്നത്. ഒക്കെ വളരെ കൃത്യമായ അനുഷ്ഠാനമാണെന്ന് നമ്മൾ ധരിക്കണം. ശരി, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഭഗവാനാകട്ടെ ഈ ഗോപികമാരോട് ഇത്തരത്തിലുള്ള ശകാരങ്ങളൊക്കെ ഉന്നയിച്ചു. മാനാപമാനങ്ങളൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല ഭഗവാനെ, അങ്ങയെ കിട്ടുക, അങ്ങയുടെ വിളി കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചതെന്ന് പോലും ആര് പറഞ്ഞു? ഗോപികമാർ പറഞ്ഞു. അപ്പോൾ ഗോപികമാരുടെ ആ ഭക്തിഭാവത്തിൽ ഭഗവാൻ സന്തുഷ്ടനായി. ഭഗവാൻ വീണ്ടും വേണുഗാനം ഉതിർക്കാൻ തുടങ്ങി. അവിടെ 10ഉം 12ഉം ഗോപികമാരുടെ ഇടയിൽ ഒരു കൃഷ്ണൻ എന്നുള്ള നിലയിലായി മാറി. അങ്ങനെ അനേകം ഗോപികമാരുടെ ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞ്, നമ്മൾ ഈ തിരുവാതിര കളിക്കാനൊക്കെ ഗ്രൂപ്പായിട്ട് മാറുമല്ലോ, അതുപോലെ അവരുടെ ഓരോരുത്തരുടെ ഇടയിൽ ഓരോ കൃഷ്ണൻ വന്ന് ഓരോരുത്തരുടെയും കൈ പിടിച്ച് ചുറ്റിക്കളിച്ചുകൊണ്ട് ഭഗവാൻ ആ ആനന്ദ നൃത്തത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം ഗോപികമാരുടെ മനസ്സിലൊരു ചിന്ത കടന്നു വന്നു. ഭഗവാനെ, ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതികളായ സ്ത്രീകൾ ഞങ്ങളാണല്ലോ എന്നൊരു ചിന്ത വന്നു. ഈ ചിന്ത വന്ന സമയത്ത് തന്നെ ഭഗവാൻ അവിടെ നിന്നും മറിഞ്ഞു കളഞ്ഞു. കാരണം ഈ ഞങ്ങളെന്ന ഭാവം വരുന്നതും എൻ്റേതെന്ന ഭാവത്തിൽ നിന്ന് കൂടി വരുന്നതാണ് ഞങ്ങൾ. മനസ്സിലായില്ലേ? ഇപ്പം ഞങ്ങളാണ് ഭാഗ്യവതികളെന്ന് പറഞ്ഞാൽ ഭാഗ്യമില്ലാത്ത വേറെ കുറേ പേരുണ്ടെന്നല്ലേ? അപ്പോൾ 2 എന്ന ഭാവം
വന്നു. ഈ രണ്ടെന്ന ഭാവം അകറ്റുക എന്നതാണ് ഭാഗവതം തുടക്കം തൊട്ടേ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വരാഹാവതാരം തൊട്ട് നരസിംഹാവതാരം തൊട്ട് ഞാനും എൻ്റേതും മാറ്റണം. ഭാഗവതത്തിൻ്റെ ഏറ്റവും അവസാനം ഭാഗവതത്തിൻ്റെ ശ്രവണഫലം വായിക്കാൻ പറയും, ഒന്ന് രണ്ടല്ലിത്, രണ്ടെന്ന് തോന്നിയത് മായ, ഒന്നെന്ന പൂർവ്വബോധം ഉദിക്കണം എന്ന് പറയും. മനസ്സിലായില്ലേ? ഈ പ്രപഞ്ചം മുഴുവനുള്ളതും ഒന്ന് തന്നെയാണ്. നമ്മളായതും ഈ ചുറ്റും കാണുന്നതും അല്ലേ, മീനായതും മാനായതും സർവ്വതും എന്ന് തന്നെയാണ് ഈശ്വരൻ തന്നെയാണ്. സൃഷ്ടിയും സൃഷ്ടിജാലവും സൃഷ്ടിക്കുള്ള സാമഗ്രിയും ഈശ്വരൻ തന്നെയാണ്. സർവചരാചരങ്ങളെയും കുടികൊള്ളുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് യഥാർത്ഥ ബോധം എന്ന് പറയുന്ന അഖണ്ഡ ബോധം എന്ന് പറയുന്നത്. അതിലേക്കാണ് ഭാഗവതം കൊണ്ടുപോകുന്നത്. ഏറ്റവും ടോപ്പിലേക്കാണ് ഭാഗവതം നമ്മളെ എത്തിക്കുന്നത്. അതുതന്നെയാണ് ഭാഗവതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും. അപ്പോൾ ഇവിടെ ഗോപികമാരിൽ ചിന്ത വന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? വിട്ടു. കാരണം എന്താ? മനസ്സിൻ്റെ വികാരത്തിലേക്ക് അവർ ഞാനെന്ന ഭാവവുമായി ബന്ധപ്പെട്ടു. ഗോപികമാർക്കെല്ലാം ദുഃഖമായി. ഇതുവരെ ഉണ്ടായിരുന്ന കൃഷ്ണൻ മറഞ്ഞു. ഗോപികമാരാവട്ടെ കൃഷ്ണൻ പോയതോടുകൂടിയ ദുഃഖത്തെ മറക്കാൻ വേണ്ടി കൃഷ്ണലീലകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ സ്വയം ലീലകൾ കെട്ടി ആടാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഒരു ഗോപിക ഒരു കമ്പൊടിച്ച് ചുണ്ടത്ത് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ ഓടക്കുള്ളിൽ ഊതിക്കൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞു. ഒരു ഗോപികയാവട്ടെ വേറൊരു ഗോപിക നിലത്ത് തള്ളിയിട്ടിട്ട് തൻ്റെ ഷാള് കൊണ്ട് ആ ഗോപികയുടെ അരയിൽ കെട്ടിയിട്ട് തൻ്റെ ഇളയിൽ കെട്ടിയിട്ട് പറഞ്ഞു, ഞാൻ ഒരല് വലിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. ഒരു ഗോപിക 5 ഗോപികമാരെ പിടിച്ച് കുനിച്ച് നിർത്തിയിട്ട് നേരെ മുതുകത്ത് കയറിയിട്ട് പറഞ്ഞു, ഞാൻ കാളിയമർദ്ദനം ആടുക എന്ന് പറഞ്ഞു. വേറൊരു ഗോപിക അവിടെ ഉണ്ടായിരുന്ന മരത്തിൻ്റെ കമ്പിലൊക്കെ പോയി തൂങ്ങിയിട്ട് പറഞ്ഞു, വെണ്ണ എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ ലീല എന്തൊക്കെയാണോ ഭഗവാൻ ആടിയ ലീലകളൊക്കെ ഇവരിതെല്ലാം ആടിക്കൊണ്ട് അവർ നൃത്താവിഷ്കാരമൊക്കെ നടത്തത്തില്ലേ, അതുപോലെ ഇവർ ഭഗവാന്റെ ലീലകളാടി അങ്ങനെ ഭഗവാനിലേക്ക് മനസ്സുകൊണ്ട് അങ്ങോട്ട് രമിക്കാൻ തുടങ്ങി. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗോപിക പെട്ടെന്ന് പറഞ്ഞു, ദേ ആ കൃഷ്ണൻ നമ്മളെ പറ്റിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കേട്ട പാതി എല്ലാവരും സൈലൻ്റായി. എന്താ സംഭവിച്ചതെന്ന് അറിയണ്ടേ? എന്താണെന്ന് ചോദിച്ചോ പറഞ്ഞു, ദേ 2 പേരുടെ കാൽപാദങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അതിലൊരു കാൽപാദം കൃഷ്ണൻ്റേതാണ്, തിരിച്ചറിഞ്ഞു. മനസ്സിലായില്ലേ? രണ്ടാമത്തത് ആരുടേതാണെന്ന് അറിയില്ല. കാരണം കൃഷ്ണൻ്റെ കാൽപാദവോ നിഴല് കണ്ടാൽ പോലും ആർക്കറിയാം? ഗോപികമാർക്കറിയാം. പക്ഷേ രണ്ടാമത്തത് ആരുടെ അതില്ല. പക്ഷേ ഇവർ പറഞ്ഞു, ഏതാണെങ്കിലും നമ്മളെ കൂട്ടത്തിലുള്ള ഏതോ ഒരുത്തിയുടേതാണ്. അങ്ങനെയാണെങ്കിൽ ഏതോ ഒരുത്തി നമ്മളിടയിൽ നിന്ന് കൃഷ്ണനെ അടിച്ചുകൊണ്ട് പോയി. അല്ലെങ്കിൽ കൃഷ്ണൻ അവനിഷ്ടപ്പെട്ട ആരാണ്ടെയോ കൂടെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണെങ്കിൽ കള്ളനെയും കള്ളിയെയും ഒരുമിച്ച് പിടിക്കണം. ഇത്രയും പേര് വന്നിടത്ത് നിന്ന് അങ്ങനെ ഒരുത്തി മാത്രമായിട്ട് അങ്ങനെ കൊണ്ടുപോകണ്ട. പ്രത്യേകിച്ചും ഏറ്റവും ഇഷ്ടമുള്ളത് നഷ്ടപ്പെടുമ്പോഴല്ലേ നമുക്ക് ദേഷ്യം വർദ്ധിക്കുന്നത്, ഇല്ലേ? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഷ്ടമുള്ളവരോടുകൂടി പോലും നമുക്ക് ഉണ്ടാകുന്ന വികാരം എന്താ? ദേഷ്യമായിരിക്കും. മനസ്സിലായില്ലേ? ഗോപികമാർക്ക് അതുവരെയുള്ള ഭാവം മാറി ഭഗവാനോട് ദേഷ്യമായി. അങ്ങനെയാണെങ്കിൽ ഇന്ന് പിടികൂടി നല്ല അടി കൊടുത്തിട്ടേ ഉള്ളൂ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞു, ആരും മിണ്ടരുത്, നമുക്ക് പതുക്കെ പോയി ബഹളം ഒന്നും വെക്കാതെ പോയി കയ്യോടെ പിടിക്കണം. അങ്ങനെ ഈ കാൽപാദത്തെ പിന്തുടർന്ന് പോകാൻ തുടങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഈ തലയിൽ ചൂടിയ പൂക്കളിങ്ങനെ മാല അഴിച്ചിട്ടേക്കുന്നത് കണ്ടു. ആ സ്ഥലത്ത് തന്നെ പുതിയ പൂവിറുത്ത് മാല കെട്ടിയേക്കുന്നതിൻ്റെ അടയാളവും കണ്ടു. ഗോപികമാരുടെ ദേഷ്യവും ദുഃഖവും ഒക്കെ അങ്ങോട്ട് ഇരട്ടിച്ചു. അവർ പറഞ്ഞു, കണ്ടില്ലേ, അവൻ അവളുടെ മാല എടുത്ത് കളഞ്ഞിട്ട് വാടിയ മാല കളഞ്ഞ് പുതിയ മാല കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇത്രയും നാൾ വരെ നമുക്കൊരു മാല കെട്ടി പോലും തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇനി വിടില്ല എന്ന് വീണ്ടും ഉറപ്പിക്കുക. അവിടെ നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ 2 കാൽപാദമില്ല, ഒറ്റ കാൽപാദമേ ഉള്ളൂ. ഈ ഭ്രമമായപ്പോഴത്തേക്ക് ഇത് കൃഷ്ണൻ്റേതാണോ വേറെ ആരുടേതാണോ എന്ന് തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥ പോലും ഗോപികമാർക്ക് നഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? നമുക്കും ഭ്രമം വന്നു കഴിഞ്ഞാൽ പിന്നെന്താ, സ്ഥിരബോധം വരുമോ? സ്ഥിരബോധത്തിൽ നിന്ന് മാറും. അപ്പോൾ ആ സ്ഥിരബോധം നഷ്ടപ്പെട്ടു. ആദ്യമേ ആ ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ്റെ കാൽപാദം തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ ഗോപികമാർ പരസ്പരം പറയാൻ തുടങ്ങി, ഏതോ ഒരുത്തി അവനെ എടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ അവളുടെ ഭാഗ്യം നല്ല മാറിൽ കൃഷ്ണനെ എടുത്തുകൊണ്ട് പോകാൻ ഉള്ള ഭാഗ്യം കിട്ടി. ഇനി അതല്ലെങ്കിൽ അവൻ അവളെ എടുത്തിട്ടുണ്ട്. കാര്യം ഏത് പ്രായത്തിലുള്ളവരാണ് കൊണ്ടുപോയെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. എന്തായാലും പിടികൂടിയിട്ടേ ഉള്ളതെന്ന് പറഞ്ഞ് വീണ്ടും നടന്നു ചെല്ലുമ്പോൾ ഒരു ഗോപിക ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓടിച്ചെന്ന് അവളെ പിടിച്ചു. എവിടെ കൃഷ്ണൻ എന്ന് ചോദിച്ചു. ആ ഗോപികയും കൈമലത്തി. അല്ല, നിൻ്റെ കൂടെ വന്നു എന്ന് ഞങ്ങൾക്കറിയാം, ഇനി കള്ളമൊന്നും പറയണ്ട, ഞങ്ങൾ കൈയോടെ പിടിച്ചു, എവിടെയാണ് നീ മാറ്റി നിർത്തിയേക്കെന്ന് ചോദിച്ചു. ഞാനെങ്ങും മാറ്റി നിർത്തില്ല, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, അവിടെ നിന്ന് എൻ്റെ കൂടെ വന്നു എന്നുള്ളത് കൃത്യമാണ്.
എനിക്ക് മാല കെട്ടി തന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇവിടം വരെ എത്തിയപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു, ഇത്രയും ഗോപികമാരുടെയും ഞാനാണല്ലോ ഭാഗ്യവതി എന്ന് ചിന്തിച്ചു. മനസ്സിലായില്ലേ? ആ ചിന്ത അങ്ങോട്ട് വന്ന നിമിഷം എന്നെ കളഞ്ഞിട്ട് പോയി. ഞാനെന്ന ഭാവം അവിടെ വന്നു കാണും. ഇവിടെ ഭാഗവതത്തിൻ്റെ ഒരു തത്വവിചാരത്തിൽ ഈ ഗോപികയാണ് രാധ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത്. കാരണം രാധാചരിതം ഭാഗവതത്തിലൂടെ അല്ല അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഗർഗഭാഗവതത്തിലൂടെയൊക്കെയാണ് രാധാചരിതത്തെ വിശദമാക്കിയിട്ടുള്ളത്. ഇവിടെ ഭഗവാൻ ഏറ്റവും കൂടുതൽ പ്രിയമുള്ള ഒരാളെന്നുള്ളതിന് രാധ എന്ന് വേണമെങ്കിൽ പേരിട്ട് നമുക്ക് വിളിക്കാം. ഇവിടം വരെ ശരി. അപ്പോൾ ഈ ഗോപിക പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഇവർക്ക് പിന്നെ അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവളെ ഉപേക്ഷിച്ചു. അപ്പോൾ സന്തോഷമായി. ഈ നമുക്ക് കിട്ടാത്തത് വേറൊരാൾക്ക് കിട്ടിയാലല്ലേ നമുക്ക് പ്രശ്നം വരുന്നത്, അല്ലേ? മനുഷ്യ മനസ്സിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആശ്വസിക്കും, കാരണം കിട്ടിയില്ല, അത് പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ വേറൊരാൾക്ക് കിട്ടിയാൽ പിന്നെ നമ്മുടെ മനസ്സങ്ങോട്ട് അടങ്ങുമോ? എളുപ്പം മനസ്സിലാക്കുക. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഇവിടുന്ന് പടിവാതിൽക്ക് നിന്ന് ആരെങ്കിലും രണ്ട് ഒരുമിച്ച് വന്ന കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ രണ്ടുപേരും ഒരുമിച്ച് 2 ലോട്ടറി ടിക്കറ്റ് എടുത്തു നോക്കുക. നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ വീട്ടിൽ പോയി. നമ്മൾ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലെ മോൻ ചോദിച്ചു എന്തിനാ അമ്മ, അല്ലെങ്കിൽ ഭർത്താവ് ചോദിച്ചു, അല്ലെങ്കിൽ മക്കളെ ആരെങ്കിലും ചോദിച്ചു എന്തിനാ പൈസ. അത് കുഴപ്പമില്ലടാ, നിന്നപ്പോൾ പാവപ്പെട്ടവനെ കണ്ടപ്പോൾ ഒരു 10 രൂപ കാശ് അയാൾക്ക് കിട്ടിക്കോട്ടെ എന്ന് വെച്ച് എടുത്തതാണ്. അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പറഞ്ഞ് അവിടെ വെച്ചു. എന്നാലും അടിക്കണം എന്നുള്ള മോഹത്തെ ഉപേക്ഷിക്കുമോ? ഉപേക്ഷിക്കാത്തതുകൊണ്ടാണ് പിറ്റേന്ന് ലോട്ടറി ടിക്കറ്റിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഓടിപ്പോയി നോക്കുകയും ചെയ്യും, ഇല്ലേ? എന്തായാലും അടിക്കുന്നെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്തായാലും നോക്കുമ്പോൾ അത് അടിച്ചിട്ടില്ല. അപ്പം നമ്മളെ വീട്ടിലുള്ളവരൊന്നും ശരിക്കും കണ്ടില്ല, അത് അടിക്കത്തില്ലെന്ന് ഞാൻ അന്നേരേ പറഞ്ഞില്ലെന്ന് പറയും. അടിക്കാൻ വേണ്ടി എടുത്തല്ലടാ, അല്ലെങ്കിൽ അടിക്കാൻ വേണ്ടി ഒന്നും എടുത്തതല്ല, ഒരു പാവപ്പെട്ടവനൊരു 10 രൂപ ചായ കുടിക്കാൻ അയാൾക്ക് കിട്ടുന്നേ കിട്ടിക്കോട്ടെ എന്ന് വെച്ചെടുത്താൽ എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിച്ച് അതവിടെ വെച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ അടുക്കളയിൽ പണിക്ക് പോയി. ഇത് അടുക്കളയ്ക്ക് പണിക്ക് പോയപ്പോഴാണ് നമ്മളെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. എന്താ ഫോൺ കോള്? അവക്കാണ് 1ാം സമ്മാനം അടിച്ചത്. വളരെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. കൂട്ടുകാരിക്ക് ലോട്ടറി അടിച്ചതിൽ വിളി കേട്ടതിന് ശേഷം നമുക്ക് സന്തോഷം വേണോ? സത്യസന്ധമായിട്ടേ പറയാം, ഭഗവാന് തുമ്പിയിരുന്നാ പറഞ്ഞേ. ഇവിടെ പരസ്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് അങ്ങൊന്നും പറഞ്ഞു കളയരുത്, എന്നെ ബോധിപ്പിക്കാനും പറഞ്ഞു കളയരുത്. നമ്മുടെ വിഷമം പിന്നെന്താ? നമുക്ക് അടിച്ചില്ല, അവർക്ക് അടിച്ചതായി. ശരിയല്ലേ? ഇതാണ് സാധാരണ മനുഷ്യ മനസ്സിലുണ്ടാകാവുന്ന ഒരു വികാരം. ഇതത്ര മോശമായ വികാരമൊന്നുമല്ല. ഇവിടെ ഗോപികമാർക്ക് സംഭവിച്ചതാണ്. ഒരുത്തി കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ദുഃഖവും ദേഷ്യവും വിഷമവും ഒക്കെ അവളെ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? അതോടുകൂടി പ്രശ്നം തീർന്നു. എന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് കൃഷ്ണനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതിനെയാണ് ഗോപികാഗീതം എന്ന് വളരെ ശ്രേഷ്ഠമായ ഒരു സ്തുതിയാണ്. ഗോപികന്മാർ ഹൃദയം നിറഞ്ഞ് ഭഗവാനെ, അവരുടെ മനസ്സിൻ്റെ എല്ലാ കൽമഷങ്ങളും, നിനക്കറിയില്ലേ ഞങ്ങൾ സാധാരണക്കാരാണെന്ന്, ഞങ്ങളിലേക്ക് ചെറിയ ചിന്ത വന്നതിൻ്റെ പേരിൽ ഇത്രയും വലിയ ശിക്ഷ തരണോ? ഞങ്ങളെ ഉപേക്ഷിച്ച് നീ പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ ആശ്രയമുള്ളത്? ഞങ്ങൾക്ക് ഏക ആശ്രയം, ഞങ്ങൾ അഥവാ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത് ഈ മുല്ലവള്ളി മാവിൽ പടർന്നു നിൽക്കുന്നുണ്ടല്ലേ മുല്ലവള്ളിക്ക് ഉയരങ്ങളിലെത്താൻ പറ്റുന്നത്. അതുപോലെ നീ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ നിൽക്കുന്നത്. നീ ഇല്ലാണ്ടായാൽ പിന്നെ സർവാശ്രയവും നഷ്ടപ്പെട്ട് ഞങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന വള്ളിച്ചെടി പോലെ ആയി മാറും. അതുകൊണ്ട് നീയാണ് താങ്ങായി തണലായി കൂടെ ഉണ്ടാകേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും നിറമിഴികളോടെ ഭഗവാനെ പ്രാർത്ഥിച്ചു. മനസ്സിലായില്ലേ? ഈ സമയത്ത് ഭഗവാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. കാരണം മനോമാലിന്യങ്ങൾ അകന്നാൽ ആര് രംഗത്ത് വരും? ഭഗവാൻ രംഗത്ത് വരും. നമ്മുടെയൊക്കെ മുന്നിൽ ഭഗവാൻ വരാൻ മടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീ പുറമേ കുളിച്ചത് മാത്രം പോരടാ, അവവും കൂടി ഒന്ന് വൃത്തിയാക്ക്. എങ്ങനെ വൃത്തിയാക്കാൻ സാധിക്കും? നാമസങ്കീർത്തനം കൊണ്ട്. മനസ്സിലായില്ലേ? സർവത്ര നാമസങ്കീർത്തനം, അല്ലേ? ഗോവിന്ദ ഹരി ഗോവിന്ദ, സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനമാണ്. എല്ലായ്പ്പോഴും ഭഗവാന്റെ നാമം ജപിക്കാൻ സാധിച്ചാൽ, എല്ലായ്പ്പോഴും ഭഗവാന്റെ നാമം ജപിക്കാനാണ് പണ്ടുള്ളവർ വളരെ ബുദ്ധിപൂർവ്വം വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈശ്വരൻ്റെ പര്യായങ്ങൾ പേരായിട്ട് ഇട്ടത്. ഗോപാലകൃഷ്ണ, ബാലകൃഷ്ണ, മനസ്സിലായില്ലേ? ശിവദാസ, പരമേശ്വര. പെൺകുട്ടികളാണെങ്കിലോ കല്യാണി, ശിവരഞ്ജിനി, ഗൗരി, ലക്ഷ്മി, പാർവതി. ഇതൊക്കെ വിളിക്കുമ്പോൾ മക്കളെ വിളിച്ചാൽ ആരെയാ? ഈശ്വരനെ കൂടിയാ. അപ്പോൾ ഏത് സമയത്തും ഭഗവാനെ ഇങ്ങനെ വിളിക്കാനുള്ള മഹാഭാഗ്യം. അപ്പോൾ ഇവിടെ ഇവരെല്ലാവരുടെയും മനോമാലിന്യങ്ങൾ നീങ്ങി ഭഗവാൻ വിളിച്ചോ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ പ്രത്യക്ഷപ്പെട്ടതൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓരോ ഗോപികമാരോടൊപ്പം ഓരോ കൃഷ്ണൻ. മനസ്സിലായില്ലേ? മുമ്പലത്തെ ടീം വർക്ക് മാറ്റി
ഓരോരുത്തർക്കും സെപ്പറേറ്റ് ഓരോ ഗോപികയുടെയും കൂടെ ഒരു കൃഷ്ണൻ. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഗോപികമാരെല്ലാവരും ഭഗവാനോട് ചേർത്ത് എങ്ങനെ ഉല്ലസിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഗോപികമാർ ഓരോ കൃഷ്ണനും തങ്ങളെ സ്വീകരിച്ചതായി തോന്നി. എൻ്റെ കൂടെയാണ് കൃഷ്ണൻ, എൻ്റെ കൂടെയാണെന്നുള്ള ആ ഓരോ ഭാവത്തിലേക്ക് അവർ സ്വയം അനുഭവിച്ചു. എല്ലാവരുടെയുണ്ട്. അതുകൊണ്ട് പരാതിയുണ്ടോ? വേറൊരാളുടെ കൂടെയുണ്ട്, എൻ്റെ കൂടെ ഇല്ലെന്നുള്ള പരാതിയില്ല. എല്ലാവരുടെ കൂടെയും കൃഷ്ണൻ എങ്ങനെയാണ് രൂപപ്പെട്ടു വെച്ചാൽ എല്ലാവരുടെ ഉള്ളിലുമുള്ള കൃഷ്ണഭാവം പ്രകടമായി പുറമേ. മനസ്സിലായില്ലേ? അവരവരുടെ ഉള്ളിലെ കൃഷ്ണഭാവത്തിനോടാണ് രമിക്കുന്നത്. ഒരാൾ പലതായതല്ല. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇവിടെ ഇരിക്കുന്ന മാവേലിക്കര ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുതുമ്പോഴും നമ്മൾ ഓരോരുത്തരും ഭഗവാനോട് ചേർന്ന് നിന്നല്ലേ തൊഴുന്നേ? അല്ലേ? അല്ല, മുമ്പിൽ നിൽക്കുന്ന ആളാണ് ഇപ്പം മുൻഗണനയെ തൊഴുന്നത്, അയാൾ തൊഴുതിട്ട് പിന്നെയാണ് ഞാൻ പറഞ്ഞാലേ ഭഗവാൻ. അങ്ങനെ ഉണ്ടോ? എത്ര 1000 വന്നാലും 10,000 വന്നാലും അല്ലേ, നമ്മുടെ ഓരോരുത്തരുടെ പരിവേദനങ്ങളും നമ്മുടെ പ്രാർത്ഥനയും ഭഗവാന്റെ മുമ്പിൽ ഒറ്റയ്ക്കല്ലേ? ആണോ അല്ലയോ? മനസ്സിലായോ? അങ്ങനെ ഓരോരുത്തരും സ്വയം ആനന്ദത്തെ അനുഭവിച്ചു. ഈ ആനന്ദത്തിലേക്ക് എത്തിയ ഈ അനുഭൂതി, ഈശ്വരാനുഭവം ഒരിക്കൽ കൈവന്നാൽ പിന്നെ നഷ്ടപ്പെട്ടു പോവില്ല. കാരണം ഗോപികമാരെ തൻ്റെ ഈ സർവപ്രപഞ്ചത്തിനും ആധാരം താനാണ് എന്ന പരമമായ തത്വത്തെ, ഗോപികമാരുടെ ഭക്തിയെ താൻ സ്വീകരിക്കുമെന്ന ബോധത്തെ ഭൗതികമായ കാമനകളിലൂടെ അല്ലാതെ നിങ്ങളെ ഞാൻ ഉയർത്തുമെന്നതിനെ വെണ്ണാപകരണത്തിലൂടെ ബോധ്യപ്പെടുത്തി, ദേഹാഭിമാനബോധം വസ്ത്രാപകരണത്തിലൂടെ തീർത്തുമില്ലാതാക്കി, ദേഹാഭിമാനബോധം നഷ്ടപ്പെടുന്ന ജീവനിൽ എന്നും നിറഞ്ഞ് താൻ ഉണ്ടാകുമെന്ന് രാസലീലയിലൂടെ ബോധ്യപ്പെടുത്തി, ആ രാസലീലയിലൂടെ ബ്രഹ്മലീലയിലൂടെ ബ്രഹ്മത്തെ അനുഭവിച്ചു ഗോപികമാർ. നേരം വെളുക്കാറായപ്പോൾ ഭഗവാൻ പറഞ്ഞു പൊയ്ക്കോളൂ. ഓരോ ഭഗവാനും പൊയ്ക്കോളൂ എന്ന് പറഞ്ഞത് ഒരാളല്ല പറഞ്ഞത്, ഓരോരുത്തരെ കൂടെ എന്ന് ഭഗവാനും പറഞ്ഞു പൊയ്ക്കോളൂ, കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ കൃഷ്ണൻ്റെ കൈ പിടിച്ചുകൊണ്ട് എല്ലാവരും ഓരോരോ വീട്ടിലേക്ക് പോയി. എല്ലാവരും കൃഷ്ണനെ കൂട്ടിയ വീട്ടിലേക്ക് പോയത്. പിന്നെ ഒരിക്കൽ പോലും ഗോപികമാർക്ക് തങ്ങളുടെ അടുത്ത് നിന്ന്, തങ്ങളുടെ ഗൃഹത്തിൽ നിന്ന് കൃഷ്ണൻ വേറിട്ട് പോയതായി തോന്നിയിട്ടില്ല. വേറിട്ട് പോയാലല്ലേ പിന്നെ ദുഃഖമുള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? ഈ ആനന്ദാനുഭവത്തിലേക്കാണ് രാസലീല എന്ന് പറയുന്നത്. ഇതാണ് ഭാഗവതത്തിൻ്റെ പ്രാണൻ എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഭഗവാൻ നമ്മളിലുണ്ട്, നമ്മളിൽ നിറഞ്ഞ് നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ. ആ അവസ്ഥയില്ലെങ്കിൽ പിന്നെ മനസ്സിലായില്ലേ, ഈശ്വരശക്തി നിലനിൽക്കില്ല. നിൽക്കുമോ? അതാണ് ഇതിൻ്റെ പ്രാണൻ എന്ന് പറഞ്ഞത്. ഭാഗവതത്തിൻ്റെ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ആ തലത്തിലേക്ക് നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ എത്തേണ്ടതുണ്ട് എന്ന് നമ്മളെ കൃത്യമായി അത് ബോധിപ്പിച്ചതാണ്.